ഈ വർഷം ഇനി ഇറങ്ങാനുള്ളതിൽ ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതായിരിക്കും? വേറെ ഏത്? പുഷ്പ 2. അത് ഉറപ്പല്ലേ? പുഷ്പ 2 നമ്മുടെ അല്ലു അർജുൻ്റെ പടം. പുഷ്പ 2. പുഷ്പ 2 വേണ്ടി കട്ട വെയിറ്റ്. അതിപ്പോ ഇത്ര ചോദിക്കാണ്ട. പുഷ്പ 2. പുഷ്പ 2 ഹൈപ്പ് അത്രയും ഉയരത്തിലാണ്. അല്ലുവിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ചിത്രത്തിൻ്റെ ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. 112 മില്യൺ കാഴ്ചക്കാർ, അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വരെ 11 കോടി ആളുകളാണ് ടീസറിൻ്റെ ഒരു പതിപ്പ് മാത്രം യൂട്യൂബിലൂടെ കണ്ടത്. ചിത്രത്തെക്കുറിച്ച് ഇനിയുമേറെ പറയാനുണ്ട്. ഒരു തെലുങ്ക് ചിത്രം കേരളത്തിലെ കുറച്ച് തിയേറ്ററുകളിലെത്തുന്നു. ആദ്യ ഷോക്കൊന്നും അധികം ആളുകളില്ല, എന്നാൽ പിന്നീട് ചിത്രം കയറിയങ്ങ് കൊളുത്തുന്നു. ആര്യ. ആ ചിത്രത്തിലൂടെ ഒരു കുസൃതി പയ്യൻ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിക്കയറി. അവൻ്റെ മാനറിസങ്ങളും ആക്ഷനും ഡാൻസും ചിരിയും മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി. പലപ്പോഴും അല്ലു മറ്റൊരു ഭാഷയിലെ താരമെന്നത് പലരും മറന്നു. ജിസ്ജോയുടെ ശബ്ദം അല്ലുവിൻ്റേതാണെന്ന് കാലങ്ങളോളം പലരും തെറ്റിദ്ധരിച്ചു. ആര്യ വലിയ ഹിറ്റായതോടെ ബണ്ണിയും ഹാപ്പിയും കൃഷ്ണയും മലയാളി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 2021 ഡിസംബർ 17 അന്നാണ് തൻ്റെ പ്രിയപ്പെട്ട സംവിധായകനായ സുകുമാറിനൊപ്പം അല്ലു വീണ്ടും വന്ന് ബോക്സ് ഓഫീസിന് ഫയറിട്ട് കടന്നു പോകുന്നത്. പുഷ്പരാജ് സൗത്ത് ഇന്ത്യയും കടന്ന് സഞ്ചരിച്ചു, മലയാളത്തിലും തമിഴിലും കന്നഡയിലും. അതിനു മുമ്പേ അല്ലു ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പുഷ്പയുടെ വലിയ വിജയം ഹിന്ദി ബെൽറ്റിലും അല്ലുവിനെ അവരുടെ പ്രിയപ്പെട്ട താരമാക്കി മാറ്റി. എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിപ്പേര് അർഹമായ ചിത്രമായിരുന്നു പുഷ്പ. ഹിന്ദി ബെൽറ്റുകളിൽ അസാധാരണമായ കളക്ഷനാണ് പുഷ്പ നേടിയത്. അപൂർവമായി മാത്രം 2ാം വാര കളക്ഷൻ 1ാം വാരത്തിനേക്കാൾ കൂടുതലാവുക എന്ന നേട്ടവും പുഷ്പ ഹിന്ദിയിൽ നേടിയിരുന്നു. ബണ്ണി, ഹാപ്പി, റേസ്ഗുരം, സരൈനോട് പോലുള്ള ചിത്രങ്ങളുടെ ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ ബമ്പർ ഹിറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇറങ്ങാനായി ഹിന്ദി ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു പുഷ്പ ഡബ്ബ് ചെയ്തിറക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത്. അതായത് അതുവരെ ഇറങ്ങിയ അല്ലു അർജുൻ ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കി 365 കോടിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ വാരിക്കൂട്ടിയത്. ചിത്രത്തിലെ പ്രകടനത്തിന് അല്ലു അർജുന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. അതുമാത്രമല്ല, മലയാളത്തിന് അഭിമാനിക്കാൻ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസുകാരനായി കസറി ഫഫ ഹൃദയം കവർന്നു. പുഷ്പയും ഭൻവർ സിംഗ് ഷെഖാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 2ാം ഭാഗത്തിലാണ് കൂടുതലുള്ളതെന്ന് തോന്നിപ്പിച്ചാണ് 1ാം ഭാഗം അവസാനിപ്പിച്ചത്. 3 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിന് ഇങ്ങനെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ഓഗസ്റ്റ് 15 പുഷ്പ 2 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ സകല റെക്കോർഡുകളും ചിത്രം തിരുത്തിയേക്കും. അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ചിത്രവും കൈവരിക്കാനാവാത്ത നേട്ടമാണ് പുഷ്പ 2 സ്വന്തമാക്കുന്നത്. ഇതിൽ OTT അവകാശമാണ് ഞെട്ടിക്കുന്ന കാര്യം. 275 കോടി മുടക്കിയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയതെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. OTT റൈറ്റ്സിൽ ഇതിനു മുമ്പ് റെക്കോർഡിട്ടത് RRR ആണ്. 170 കോടി രൂപയായിരുന്നു ചിത്രം നേടിയത്. പുഷ്പയുടെ മ്യൂസിക് റൈറ്റ്സും റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. ടി സീരീസിനാണ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നത്. ഇതിനായി 60 കോടിയാണ് അവർ നൽകിയത്. തെലുങ്ക് സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്റ്റാർമാക്കാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തുക വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഉത്തരേന്ത്യൻ വിതരണാവകാശത്തിലൂടെ ചിത്രം നേടിയ തുക നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അനിൽ തടാനിയുടെ ഉടമസ്ഥയിലുള്ള AA ഫിലിംസ് 200 കോടി മുടക്കിയാണ് പുഷ്പ 2 ഉത്തരേന്ത്യൻ വിതരണാവകാശം നേടിയിരിക്കുന്നത്. അതായത് റിലീസിന് മുമ്പേ 475 കോടിയാണ് മൈത്രി മൂവി മേക്കേഴ്സ് പോക്കറ്റിലാക്കിയിരിക്കുന്നത്. ഏത് ഇൻഡസ്ട്രിയുടെ കാര്യമെടുത്താലും ഈ വർഷം ഏറ്റവും ഹൈപ്പുള്ള ചിത്രം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പുഷ്പ 2 ആണ്. പുഷ്പരാജ് അങ്ങനെ ഓളമുണ്ടാക്കിയാണ് 3 വർഷം മുമ്പ് കളം വിട്ടത്. 2ാം വരവ് ഗംഭീരമാക്കാനാണ് അണിയർ പ്രവർത്തകരുടെ നീക്കം. ഹൈപ്പിനനുസരിച്ച് ചിത്രം തിയേറ്ററിൽ ഓളമുണ്ടാക്കിയാൽ അത് കളക്ഷനിലടക്കം പുതിയ ചരിത്രം എഴുതും. അല്ലുവിൻ്റെ പ്രതിഫലം എത്രയാണ്? ചിത്രത്തിൻ്റെ കാത്തിരിപ്പ് വലുതാണെന്ന് തിരിച്ചറിഞ്ഞ നിർമ്മാതാക്കൾ വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുക്കുന്നത്. അല്ലുവിന് കിട്ടുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം പ്രതിഫലം വാങ്ങുന്നില്ലെന്നാണ്. ഇല്ലേ? ഇല്ല. പിന്നെ മറിച്ച് ലാഭവിഹിതമാണ് വാങ്ങുന്നത്. മൊത്തം വരുമാനത്തിൻ്റെ 33% അല്ലു അർജുന് പ്രതിഫലമായി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷാറുഖ് ഖാനൊക്കെ പറ്റുന്ന തന്ത്രമാണിത്. ചിത്രം വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടാൽ വലിയ തുക തന്നെ പോക്കറ്റിലാക്കാം. നല്ല ഹൈപ്പിലെത്തുന്നത് കൊണ്ട് തന്നെ ആദ്യ ദിനങ്ങളിൽ ബോക്സ് ഓഫീസ് ഭരിക്കുകയും ചെയ്യും. അപ്പോൾ നഷ്ടം ഉണ്ടാവുകയില്ല. സംവിധായകൻ സുകുമാർ പുഷ്പ 3യെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ടോളിവുഡ് സോഷ്യൽ മീഡിയ പേജുകളിലെ പുതിയ സംസാരം. പുഷ്പ 3യെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പുഷ്പ 3 ദ റോർ എന്നായിരിക്കും 3ാം ഭാഗത്തിൻ്റെ പേരെന്നും സൂചനയുണ്ട്. 2ാം ഭാഗത്തിൻ്റെ ബോക്സ് ഓഫീസ് പ്രതികരണത്തിന് അനുസരിച്ചായിരിക്കും അടുത്ത ഭാഗത്തിൻ്റെ പ്രഖ്യാപനം. എന്നാൽ സുകുമാർ പുഷ്പ 2 ശേഷം ചെയ്യാൻ പോകുന്നത് രാം ചരൺ ചിത്രമാണ്. അതും കഴിഞ്ഞായിരിക്കും പുഷ്പ 3 സംഭവിക്കുക. 20 കൊല്ലമായി ചെക്കൻ വെള്ളിത്തിരയിൽ മാസ്മരിക പ്രകടനവുമായി നിറയുന്നുണ്ട്. സിനിമാ വീട്ടിൽ നിന്നാണ് ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രി എങ്കിലും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലു തനിക്കായി ഒരു കസേര പണിതത്.
തെലുങ്കിലെ സൂപ്പർ നിർമ്മാതാവായ അല്ലു അരവിന്ദൻ്റെ മകൻ, സൂപ്പർ താരം ചിരഞ്ജീവിയുടെ അടുത്ത ബന്ധു. പക്ഷേ ഈ ബന്ധുത്വത്തിൻ്റെ തണലിലല്ല അല്ലു താരമായതും സിംഹാസനത്തിൽ ഉറപ്പിച്ചിരുന്നതും. വലിപ്പത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ആദ്യ 3 പേരിൽ ഒരാളാണ് അല്ലു. ആന്ധ്രയ്ക്ക് പുറത്തേക്കും പടർന്നു പന്തലിച്ച ആരാധക വൃന്ദത്തിനുടമ. പ്രതിഫല കാര്യത്തിലും ഇന്ത്യയിലെ മുൻനിര നടന്മാർക്കൊപ്പമാണ് അല്ലു. 3-ാം വയസ്സിൽ 1985 ആദ്യം അല്ലു ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പിന്നീട് ഏതാനും ചിത്രങ്ങളിൽ മുഖം കാണിച്ചുവെങ്കിലും മുഴുനീള നായകവേഷത്തിലെത്തുന്നത് 2003 ഇറങ്ങിയ ഗംഗോത്രിയിലൂടെയാണ്. ഈ ചിത്രത്തിലൂടെ തന്നെ അല്ലു അർജുൻ തെലുങ്കിൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നു. 50 ലക്ഷം രൂപയാണ് അല്ലു അർജുന് ഈ ചിത്രത്തിനായി ലഭിച്ച പ്രതിഫലം. യാതൊരു മാർക്കറ്റും ഇല്ലാത്ത ഒരു പുതുമുഖ നടന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമായിരുന്നു ഇത്. സുകുമാർ സംവിധാനം ചെയ്ത ആര്യയിലൂടെയാണ് അല്ലു മലയാളിക്ക് പ്രിയപ്പെട്ടവനായത്. സുകുമാറിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ആര്യ. 4 കോടി മുതൽ മുടക്കിലെടുത്ത ചിത്രം 30 കോടിയാണ് നേടിയത്. ഈ ചിത്രം വൻ വിജയമായതോടെയാണ് അല്ലു അർജുൻ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്തിറക്കാൻ തുടങ്ങിയത്. പുഷ്പ അല്ലുവിൻ്റെ 20ാമത്തെ ചിത്രമായിരുന്നു. കോവിഡ് കാലത്ത് റിലീസ് ചെയ്തിട്ടും പുഷ്പ വലിയ വിജയമായി. ചിത്രത്തിനായി അല്ലു വാങ്ങിയ പ്രതിഫലം 40 കോടിയായിരുന്നു. 3 വർഷമാണ് മറ്റൊരു ചിത്രത്തിലും അഭിനയിക്കാതെ അല്ലു പുഷ്പ 2വിനായി മാറ്റിവെച്ചത്. പുഷ്പ 2വിൻ്റെ റിലീസിന് ശേഷമായിരിക്കും അടുത്ത ചിത്രത്തിൽ ജോയിൻ ചെയ്യുക. അനിമലിൻ്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ങിക്കൊപ്പമായിരിക്കും അത്. അതിനുശേഷം പുഷ്പ 3യും സംഭവിച്ചേക്കാം.